ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള തനി നാടൻ ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞതാണ്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പറ്റുമെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മൂടി വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴേക്കും മസാല എല്ലാം ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി 8 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള 7 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വേവാണ്, അതനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ 8 വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. ബീഫ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീഫിൽ കുറച്ച് ചാറുണ്ടല്ലോ, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. തുറന്നു വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ബീഫിലുള്ള ചാറയ്ക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ബീഫ് ഫ്രൈയൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ബീഫ് ഫ്രൈക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ ഉള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയുമാണ്. വറ്റൽമുളകിന് പകരം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 30ഓളം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിക്ക് പകരം സവാള എടുക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള എടുത്താൽ മതിയാവും. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ വേണം വഴറ്റിയെടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് വന്നപ്പോഴേക്കും ബീഫിൽ നല്ലപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഗ്രേവി എല്ലാം വറ്റി ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 പച്ചമുളക് ഇതുപോലെ നീളത്തിലരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് എത്രത്തോളം ഫ്രൈ ആക്കി എടുക്കണോ അത്രത്തോളം സമയം ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ ഒന്നും കൂടി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബീഫ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
പെരിഞ്ജീരകം ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.